റീസെൻ്റ്ലി എൻ്റെ മേക്കപ്പ് വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് തമിഴ് ബ്രാഹ്മിൻ വെഡ്ഡിങ് സ്പെഷ്യലൈസ് ചെയ്യുമോ മൈ ഹംബിൾ സജഷൻ ബിക്കോസ് ഫോർ മൈ സിസ്റ്റേഴ്സ് വെഡ്ഡിങ് നോ മേക്കപ്പ് ആർട്ടിസ്റ്റ് നോ വോട്ട് ടു ഡു വിത്ത് പൊടവൈ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പൊടവൈ എടുത്ത് കാണിച്ചു തരാമെന്ന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ. അതിനു മുമ്പ് ഞാൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ഞാനുമായിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡിയും എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് DM ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പുടവ എടുക്കുക. ഇത് നമ്മുടെ നോർമൽ സാരിയെക്കാട്ടിലും തന്നെ ലെങ്ത്തും വിഡ്ത്തും കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 20 മുഴത്തിൻ്റെ സാരിയാണ്. എനിക്ക് ഈ ഒരു സാരി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാനാണ് സെലക്ട് ചെയ്തത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയത്. ഒരാളുടെ സാരിയാണ്, ആരുടെയാണെന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സാരിയുടെ അറ്റത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ബോഡിയുടെ വലിപ്പം അനുസരിച്ച് നമ്മുടെ ബോഡിക്ക് പറ്റിയ പോലെ നമുക്ക് പ്ലീറ്റ്സ് ഇടാം. മിനിമം 3 പ്ലീറ്റ്സ്, മാക്സിമം 9 പ്ലീറ്റ്സ് വരെ നമുക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ പിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് അതുപോലെ നിൽക്കും. ഇതിൻ്റെ പേരാണ് കൊസവെന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ മുതുകിൻ്റെ നടുവിലായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, നട്ടെല്ലിൻ്റെ കറക്റ്റ് താഴെയായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ പല്ല് പോവുക റൈറ്റ് സൈഡിലോട്ടാണ്. നമ്മുടെ നോർമൽ സാരി ഉടുക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന പോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു നോട്ടാണ് ഈ സാരിയുടെ എൻഡ് വരെയും നല്ലൊരു ടൈറ്റ്നെസ് തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു നോട്ട് വേണം നമ്മൾ അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ വീഡിയോ ഒരു 2-3 പ്രാവശ്യം കാണുകയാണെങ്കിൽ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് ഇത് കാണുന്ന പോലെ ബാക്കിയുള്ള സാരി ഇതുപോലെ ഹൊറിസോണ്ടലി നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അത് ഒരിക്കലും കുത്തിത്തുരുകരുത്. ഇങ്ങനെ നമ്മൾ നല്ല പതിച്ച് വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വയറുള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ ബാക്കിയുള്ള ഭാഗം നമ്മൾ സോമണമായിട്ട് താഴെക്കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ താഴെക്കൂടെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം താഴെക്കൂടെ എടുത്തിട്ട് ഒരു കൈപ്പത്തിയുടെ അളവിൽ നമ്മൾ ബാക്കിൽ ആ കൊസവത്തിൻ്റെ അവിടെ ആയിട്ട് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഒരു കൈപ്പത്തി അളവിലെങ്കിലും ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോവോട്ടോ. അഴിഞ്ഞു പോയാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടിൻ്റെ മുകളിലും ആവരുത്, മുട്ടിനൊപ്പവും ആകരുത്, മുട്ടിൻ്റെ താഴെ, അത് പറഞ്ഞ് ഒരുപാടും താഴെയും ആവാതെ വേണം നമ്മൾ ആ സോമണം ഫിക്സ് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒരു ചരട് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പഴിഞ്ഞു പോകുമെന്ന് പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ ഒരു ചരട് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലൂടെ ഇതുപോലെ എടുത്തിട്ട് ആ കോണ് പോലെ ഇപ്പോൾ കാണുന്നുണ്ടാവും, ആ ഭാഗം ബാക്കിലോട്ടും ബാക്കിയുള്ള കുറച്ച് ഭാഗം ഫ്രണ്ടിലോട്ടുമായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മുടെ പല്ലുമായിട്ട് ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ പ്ലീറ്റ്സ് നമ്മുടെ നോർമൽ സാരി പോലെ ആയിരിക്കില്ല, പല്ലുവിൽ കുറച്ച് വലിയ വലിയ പ്ലീറ്റ്സ് ആയിരിക്കും വരിക. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് ബ്ലൗസ് ഇട്ടിട്ട് വരും. ഇത് എൻ്റെ ബ്ലൗസ് അല്ല കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണും. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തകരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ കുത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ പല്ലുവിൻ്റെ എന്താ പറയുക, നമ്മൾ ഒരു ഭാഗം കയറിയിട്ടും ഒരു ഭാഗം ഇറങ്ങിയിട്ടുമാണ് ഇരിക്കുക. കാരണം അത് അങ്ങനെയാണ് വരിക. അത് പ്രശ്നമാക്കാതെ നമ്മൾ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ എടുക്കുക. അത് നമ്മൾ ഈ ഒരു സാരി ഉടുക്കുമ്പോൾ പല്ലു ഒരേ ലെങ്ത്തിൽ വരില്ല കേട്ടോ, 2 സൈഡ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒപ്പമാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയിൽ നമുക്ക് പാവാട ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സാരിയിൽ നമ്മൾ ഷോർട്ട്സാണ് ഇടുക. അപ്പോൾ പാവാട പോലും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ ഒരു പുടവൈ എന്ന് പറയുന്നത്. എനിക്ക് മറ്റേ സാരി ഉടുക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് കേട്ടോ ഈ ഒരു സാരി. ഈ കാണുന്ന ആൾ ആരാന്ന് വല്ല ഗസ്സും ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഈ കാണുന്ന ആളുടെ ബ്ലൗസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാരിയുടെ കൂടെ പെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. കാരണം ചൂടെടുത്തിട്ട് ഞാൻ റെഡി ആവണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അവസാനം ഉടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചൂടെടുത്ത് എനിക്ക് മടി പിടിച്ച് റെഡി ആവാനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ വീഡിയോ. 1-2 പ്രാവശ്യം കാണുമ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ തോന്നും കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബ്ലെസ് യു.